മൊഡ്യൂൾ 4. ഈ മൊഡ്യൂളിൽ നമ്മൾ സോളിഡ് മോഡലിങ്ങിൻ്റെ വേരിയസ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ് സോളിഡ് മോഡലിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ വേരിയസ് റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ 4 നമ്മൾ പഠിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ സോളിഡ് മോഡലിംഗ് എന്താണെന്ന് പറയുന്നു. സോളിഡ് മോഡലിംഗ് gives a complete and unambiguous definition of an object, describing not only the shape of the boundaries but also the object's interior and the exterior region. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം സോളിഡ് മോഡലിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്കതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് തരം തിരിച്ച് കാണാൻ പറ്റുന്ന ഒരു മോഡലിങ്ങിനെ പറയുന്ന പേരാണ് സോളിഡ് മോഡലിംഗ്. അത് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാകത്തില്ല. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പോ അതിൻ്റെ ഇൻറ്റീരിയർ സർഫസോ ഒക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് സോളിഡ് മോഡലിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് സോളിഡ് മോഡലിംഗ് എന്താണെന്ന് വെച്ചാൽ പറയുന്നത്. ഇറ്റ് ഗിവ്സ് എ കംപ്ലീറ്റ് ആൻഡ് അൺഅംബിഗ്യസ് ഡെഫിനിഷൻ. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ സോളിഡ് മോഡൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആൻഡ് അൺഅംബിഗ്യസ് ഡെഫിനിഷൻ. അൺഅംബിഗ്യസ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഏറ്റവും നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സോളിഡ് മോഡലിങ്ങിലാണ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പം സോളിഡ് മോഡലിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് വയർ ഫ്രെയിം മോഡലിംഗ് റെപ്രസെൻറ്റേഷനായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വയർ ഫ്രെയിം റെപ്രസെൻറ്റേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇൻ്റർ കണക്റ്റഡ് ലൈൻസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് വയർ ഫ്രെയിം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഫിഗർ നോക്കിക്കേ. ഈ ഫിഗറിനകത്ത് ഈ വയർ ഫ്രെയിം റെപ്രസെൻറ്റേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ സെയിം ഒബ്ജക്റ്റിൻ്റെ സോളിഡ് മോഡലാണ് ഈ അടുത്ത 2-3 ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേത് ഫിഗറാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്? ഡെഫിനറ്റായിട്ടും ഈ സോളിഡ് മോഡൽസ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഈ 3 ഫിഗേഴ്സാണ് നമുക്ക് കൂടുതൽ വ്യക്തത തരുന്നത്. ഈ വയർ ഫ്രെയിം മോഡൽ നോക്കിയാൽ നമുക്കതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചോ എക്സ്റ്റീരിയറിനെ കുറിച്ചോ ഒരു പരിധിയിൽ കൂടുതലല്ലാത്ത വിവരം നമുക്ക് കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ, ഇതിൻ്റെ വയർ ഫ്രെയിം മാത്രം നോക്കിയാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ സർഫസ് ഇങ്ങനെ ഹോളോ ആയിരിക്കുമെന്നോ വല്ലതും നമുക്ക് മനസ്സിലാവുമോ? ഇല്ല, മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്. ഇതിൻ്റെ വയർ ഫ്രെയിം മോഡൽ ഇങ്ങനെ ആയിരിക്കുന്നത്. നേരെ മറിച്ച് അതിൻ്റെ സോളിഡ് മോഡൽ നോക്കുവാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം മാത്രമല്ല വയർ ഫ്രെയിം മോഡൽ ചിലതൊന്നും നോക്കിയാൽ നമുക്ക് അതിൻ്റെ ചില വയർ ഫ്രെയിം മോഡൽ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഷേപ്പിനെ കുറിച്ചും പൂർണ്ണമായിട്ടുള്ള വ്യക്തതയില്ല. ഫോർ എക്സാമ്പിൾ ഈ സോളിഡ് മോഡലും ഈ സോളിഡ് മോഡലും 2 എണ്ണം കണ്ടോ? ഇതിൻ്റെ രണ്ടിൻ്റെയും വയർ ഫ്രെയിം മോഡൽ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് രണ്ടും വ്യത്യസ്തമായ 2 സോളിഡ് മോഡലാണ്. പക്ഷേ അതിൻ്റെ വയർ ഫ്രെയിം നോക്കിയാൽ രണ്ടിൻ്റെ ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് സോളിഡ് മോഡൽ നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് സോളിഡ് മോഡൽസിൻ്റെ അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് വയർ ഫ്രെയിം മോഡലിംഗ്. അംബിഗ്യസ് ഇൻ ദ വേ ടു റെപ്രസെൻറ്റ് ആൻ ഒബ്ജക്റ്റ്. അംബിഗ്യസ് എന്ന് വെച്ചാൽ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് വയർ ഫ്രെയിം മോഡൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓൾസോ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മാസ് പ്രോപ്പർട്ടി കാൽക്കുലേഷൻസ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വയർ ഫ്രെയിം മോഡലിൽ ഒരു സാധനം വരച്ചു. അതിനെ ഞാൻ ആൻസിസിൽ ഇമ്പോർട്ട് ചെയ്ത് അനാലിസിസിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ആൻസിസിലോട്ട് വയർ ഫ്രെയിം മോഡലിൽ വരച്ച ഒരു സാധനത്തെ ആൻസിസിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാസ് പ്രോപ്പർട്ടി പോലത്തെ കാര്യങ്ങളൊന്നും ആൻസിസിന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാര്യം അത് വയർ ഫ്രെയിം മോഡലിൽ വയർ ഫ്രെയിം മോഡൽ വരച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ മാസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ ആൻസിസ് സോഫ്റ്റ്വെയറിന് പറ്റത്തില്ല. മാസ് പ്രോപ്പർട്ടി പോലത്തെ കാര്യങ്ങളൊന്നും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഹിഡൻ സർഫസ് റിമൂവൽ. ഈ ഹിഡൻ സർഫസ് ഒക്കെ നമുക്ക് ഈ വയർ ഫ്രെയിം മോഡലിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഷെയ്ഡഡ് ഇമേജ് ജനറേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് വയർ ഫ്രെയിം മോഡലിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോളിഡ് മോഡലിംഗ് തന്നെയാണ്. Solid is an object formed by combination of set of boundary surface or by using basic primitive shapes that has length, breadth and thickness. ഒരു സോളിഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ സോളിഡിനകത്ത് ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് സെറ്റ് ഓഫ് ബൗണ്ടറി സർഫസ് ഓർ ബൈ യൂസിങ് പ്രിമിറ്റീവ് ഷേപ്സ് ദാറ്റ് ഹാസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ്. ഇപ്പോൾ ഈ സോളിഡ് നോക്കിക്കേ. ഇതിനൊരു ഇൻറ്റീരിയർ ഉണ്ട്, എക്സ്റ്റീരിയർ ഉണ്ട്. രണ്ടും തമ്മിൽ വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഈ സോളിഡിനൊരു ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, തിക്നെസ് ഉണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ സർഫസും തമ്മിലൊരു ബൗണ്ടറി ഉണ്ട്. ഈ ഇൻറ്റീരിയർ സർഫസിനകത്ത് നമുക്ക് വേണേൽ ഹോൾസോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിലേ നമുക്കതിനൊരു സോളിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. Solid model is a complete, valid and unambiguous representation of object. എന്ന് വെച്ചാൽ സോളിഡ് മോഡലിനെ ഒരു സോളിഡ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കതിൽ 3 കാര്യങ്ങൾ വേണം. അതൊരു കംപ്ലീറ്റ്
റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, അൺഅംബിഗ്യസ് ആയിരിക്കണം. കംപ്ലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ഇൻറ്റീരിയർ ഫ്രം ദ എക്സ്റ്റീരിയർ യൂസിങ് ബൗണ്ടറി. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റണം. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ നമുക്കതിനൊരു കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോക്കി, ഇവിടെ എക്സ്റ്റീരിയർ ഉണ്ട്, ഇവിടെ ഇൻറ്റീരിയർ ഉണ്ട്, രണ്ടും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊരു കംപ്ലീറ്റ് റെപ്രസെൻറ്റേഷനാണ്. വാലിഡ് മീൻസ് വെർട്ടെക്സ്, എഡ്ജസ് ആൻഡ് ഫേസസ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പ്രോപ്പർ വേസ്. ഇതിന് വെർട്ടെക്സ്, എഡ്ജസ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്, എല്ലാം തമ്മിൽ നമുക്ക് തരം തിരിച്ച് കാണാൻ പറ്റും. അപ്പം അങ്ങനെ പറയുന്നതിനെയാണ് വാലിഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അൺഅംബിഗ്യസ് എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ തോന്നരുത്. ഇതിൻ്റെ ഒരു ലുക്കിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ നമുക്ക് തോന്നാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിലാണ് നമുക്കതിനെ ഒരു സോളിഡ് മോഡൽ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ്, എ സോളിഡ് മോഡൽ കൺസിസ്റ്റ് ഓഫ് 2 കാര്യങ്ങളുണ്ട് സോളിഡ് മോഡൽ. ജോമെട്രിക് ഡാറ്റയുണ്ട്, ടോപ്പോളജിക്കൽ ഡാറ്റയുണ്ട്. ഇതിൽ ഈ ജോമെട്രിക് ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ജോമെട്രി ഓഫ് ദ ഒബ്ജക്റ്റ് സച്ച് ആസ് ഷേപ്പ്, സൈസ്, ആംഗിൾ, റേഡിയസ് എക്സെട്ര. ഒരു ഒബ്ജക്റ്റിൻ്റെ, ഇപ്പോൾ ഒരു സോളിഡ് മോഡലിൻ്റെ സൈസ്, ഷേപ്പ്, ആംഗിൾ, റേഡിയസ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് അതിൻ്റെ ജോമെട്രിക് ഡാറ്റ. വേറാസ് ടോപ്പോളജിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടീസസ്, എഡ്ജസ്, ഫേസസ് ഇതെല്ലാം കൂടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ടോപ്പോളജിക്കൽ ഡാറ്റ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഒരു സോളിഡ് മോഡലിൽ ബേസിക്കായിട്ട് 2 കാര്യങ്ങളുണ്ട്. ജോമെട്രിക് ഡാറ്റ ഉണ്ട്, ടോപ്പോളജിക്കൽ ഡാറ്റ ഉണ്ട്. ജോമെട്രിക് ഡാറ്റ എന്ന് പറയുന്നത് ഷേപ്പ്, സൈസ്, ആംഗിൾ, റേഡിയസ് തുടങ്ങിയ ജോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ജോമെട്രിക് ഡാറ്റ. ടോപ്പോളജിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടെക്സ്, എഡ്ജസ്, ഫേസസ് ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടോപ്പോളജിക്കൽ ഡാറ്റ. ഇപ്പോൾ ഒരു സോളിഡ് മോഡൽ എടുക്കുവാണെങ്കിൽ അതിൽ സോളിഡ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് പറയാം. കൺസിഡർ എ ഫിസിക്കൽ ഒബ്ജക്റ്റ് ഡിവൈഡ്സ് n ഡയമെൻഷൻ സ്പേസ് ഇൻറ്റു 2 regions such as interior and exterior separated by boundary. ഇപ്പോൾ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യുക, ഒരു സോളിഡ് മോഡൽ. അപ്പോൾ അതിനൊരു ഇൻറ്റീരിയർ സർഫസ് ഉണ്ട്, ആ സോളിഡ് ഇരിക്കുന്നതിൻ്റെ പുറത്തൊരു എക്സ്റ്റീരിയർ സർഫസ് ഉണ്ട്, ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയർ സർഫസ്, ബൗണ്ടറി ഉണ്ട്, എക്സ്റ്റീരിയർ സർഫസ് ഉണ്ട്. ഇത് മൂന്നും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഒരു യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സ് സെറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റീരിയർ സർഫസ് യൂണിയൻ ബൗണ്ടറി സർഫസ് യൂണിയൻ എക്സ്റ്റീരിയർ സർഫസ്. അപ്പോൾ ഈ ഒരു സോളിഡ് ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ സർഫസ്, എക്സ്റ്റീരിയർ സർഫസ്, ബൗണ്ടറി ഈ 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് നമുക്കതിനൊരു യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നെക്സ്റ്റ് 4 ഇമേജസ് തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു സോളിഡ് മോഡലിന് എസെൻഷ്യലായിട്ട് വേണ്ടത് ജോമെട്രിക് ഡാറ്റയുണ്ട്, ടോപ്പോളജിക്കൽ ഡാറ്റയുണ്ട്. ജോമെട്രിക് ഡാറ്റയിൽ ജോമെട്രി എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ്, ഷേപ്പ്, ആംഗിൾ, റേഡിയസ് ഇതൊക്കെയാണ് വരുന്നത്. ടോപ്പോളജിക്കൽ ഡാറ്റയിൽ വെർട്ടെക്സ്, എഡ്ജസ്, ഫേസസ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഫിഗർ നോക്കുക, ഇതിൽ സെയിം ജോമെട്രി ബട്ട് ഡിഫറെൻറ്റ് ടോപ്പോളജി. നോക്കിക്കേ, ജോമെട്രിക്കൽ ഡാറ്റ എന്ന് വെച്ചാൽ ജോമെട്രി, അതിൻ്റെ റേഡിയസ്, ലെങ്ത്ത് ഇതൊക്കെയാണ് ജോമെട്രിയിൽ വരുന്നത്. ഈ 2 ഫിഗർ നോക്കിക്കേ, ഈ 2 ഫിഗർ നോക്കുവാണെങ്കിൽ ഈ L3യും ഈ L3യും സെയിം ആണ്, ഈ L2വും ഈ L2വും സെയിം ആണ്, ഈ L1ഉം ഈ L1ഉം സെയിം ആണ്. ഈ റേഡിയസിൻ്റെ അളവും ഈ റേഡിയസിൻ്റെ അളവും സെയിം ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 2 ജോമെട്രിക്കൽ ഡാറ്റ സെയിം ആണ്, പക്ഷേ ടോപ്പോളജി വ്യത്യാസമാണ്. ടോപ്പോളജി എന്ന് വെച്ചാൽ ടോപ്പോളജി എന്ന് വെച്ചാൽ ഡാറ്റ ഓഫ് കണക്ടിവിറ്റി ഓഫ് വെർട്ടെക്സ്, എഡ്ജസ് ആൻഡ് ഫേസസ്. ഇത് ഓരോ ലെങ്ത്തും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ റേഡിയസ് അകത്തോട്ടാണ് വരച്ചിരിക്കുന്നത്, ഈ റേഡിയസ് പുറത്തോട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സോ അതാണ് ഇതിൻ്റെ ടോപ്പോളജിയിൽ ഈ ഭാഗത്ത് വ്യത്യാസമുണ്ട്. ഇത് അകത്തോട്ട് വരച്ചിരിക്കുന്നു, ഇത് പുറത്തോട്ട് വരച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സെയിം ജോമെട്രി ബട്ട് ഡിഫറെൻറ്റ് ടോപ്പോളജി. വേറാസ് അടുത്ത ഈ 2 ഫിഗർ നോക്കിക്കേ, ഇതിൽ ടോപ്പോളജി 2 സെയിം ആണ്. കാര്യം റേഡിയസ് അകത്തോട്ടാണ് വരച്ചിരിക്കുന്നത്, ഈ റേഡിയസും അകത്തോട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ലെങ്ത് ഒക്കെ വ്യത്യാസമുണ്ട്. ഈ L3 അല്ല ഇവിടെ വരച്ചിരിക്കുന്ന L3, ഈ L2 അല്ല ഇവിടെ വരച്ചിരിക്കുന്ന L2, ഈ L1 അല്ല ഇവിടെ വരച്ചിരിക്കുന്ന L1. അതുപോലെ തന്നെ ഈ സർക്കിളിൻ്റെ റേഡിയസും ചിലപ്പോൾ വ്യത്യാസം കാണും. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, ടോപ്പോളജി സെയിം ആണ്, ഒരേ രീതിയിലാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നത്.
പക്ഷേ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലെങ്ത്ത് ഡേറ്റയൊക്കെ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് സെയിം ടോപ്പോളജി ബട്ട് ഡിഫറെൻറ്റ് ജോമെട്രി. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സോളിഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ സെയിം ജോമെട്രി വിത്ത് ഡിഫറെൻറ്റ് ടോപ്പോളജി ആയിട്ടും സെയിം ടോപ്പോളജി വിത്ത് ഡിഫറെൻറ്റ് ജോമെട്രി ആയിട്ടും നമുക്ക് സോളിഡ് മോഡലിംഗ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് മോസ്റ്റ് കോമൺ പ്രിമിറ്റീവ്സ്. നമുക്ക് സോളിഡ് മോഡൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ഷേപ്സിനെയാണ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ സോളിഡ് മോഡലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ഷേപ്സാണ് ഈ പ്രിമിറ്റീവ്സ്. ഉദാഹരണത്തിന് പ്രിമിറ്റീവ്സിനെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഈ ഒരു സ്ക്വയർ ഷേപ്പും ഈ ഒരു സർക്കുലർ ഷേപ്പും ഇത് രണ്ടും കൂടെ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തപ്പോഴത്തേക്കും ഒരുമിച്ച് എക്സ്ട്രൂഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ഈ ഒരു ഷേപ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പും ഈ ഒരു സർക്കുലർ ഷേപ്പിനെ നമുക്കതിനെ പ്രിമിറ്റീവ് എന്ന് വേണേൽ പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ ഈ ഒരു ഷേപ്പാണ് ഈ ഒരു ഷേപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് എ യൂണിയൻ ബി എടുത്താൽ ഇത്രയും വരും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ കോമൺ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഇത്രയും മാത്രമേ വരത്തുള്ളൂ. അപ്പോഴാണ് എ ഇൻ്റർസെക്ഷൻ ബി എടുത്താൽ ഇത്രയും വരും. എ മൈനസ് ബി എടുത്താൽ എയിൽ നിന്ന് ബി കുറയ്ക്കുക. എയിൽ നിന്ന് ബി കുറയ്ക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻ അങ്ങ് പോവും. ബി മൈനസ് എ കൊടുത്താൽ ഇത്രയും വരും. സോ ഇതാണ് കോമൺ പ്രിമിറ്റീവ്സ്. പ്രിമിറ്റീവ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒന്നോ രണ്ടോ ഷേപ്പ് ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു ഷേപ്പ് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ആ ആദ്യം നമ്മൾ യൂസ് ചെയ്ത ഷേപ്പിനെയൊക്കെ നമ്മൾ പ്രിമിറ്റീവ്സ് എന്നാണ് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിമിറ്റീവ്സ് ആണ് ബ്ലോക്ക്, സിലിണ്ടർ, കോണ്, സ്പിയർ, വെഡ്ജ്, ടോറസ്. ഇത്രയും കാര്യത്തെയാണ് ബേസിക് പ്രിമിറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രിമിറ്റീവ്സ് ഉപയോഗിച്ച് നമുക്ക് പലതരം ഷേപ്പുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ എ യൂണിയൻ ബി എടുത്താൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പും ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പും ഈ ഒരു ക്യൂബ് ഷേപ്പും ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പും കൂടെ യൂണിയൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി ഇങ്ങനത്തെ ഷേപ്പ് കിട്ടും. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. എ മൈനസ് ബി എടുത്താൽ ഈ സ്ക്വയർ ക്യൂബിൽ നിന്ന് ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് കുറയ്ക്കുവാണെങ്കിൽ ഈ ഒരു ഷേപ്പ് കിട്ടും. ബി മൈനസ് എ എടുത്താൽ ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇങ്ങനെ രണ്ടോ മൂന്നോ ഷേപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പുതിയതായിട്ടൊരു ഷേപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിച്ച ഷേപ്പിനെയൊക്കെ നമ്മൾ പ്രിമിറ്റീവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോസ്റ്റ് കോമൺ പ്രിമിറ്റീവ്സ് എന്താണെന്ന് അറിയണം. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മോഡൽ. ഒരു സോളിഡ് മോഡലിന് ഏറ്റവും ആവശ്യമായിട്ടുണ്ടാകേണ്ട പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഷേപ്പ് ഓഫ് ദ സോളിഡ് മോഡൽ ഈസ് ഇൻവേരിയൻറ്റ് ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മോഡൽ ലൊക്കേഷൻ ഓർ ഓറിയൻറ്റേഷൻ ഇൻ ദ സ്പേസ്. എന്ന് വെച്ചാൽ ആ സോളിഡ് മോഡലിൻ്റെ ഷേപ്പ് ഒരിക്കലും മാറാൻ പാടില്ല. ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മോഡൽ ലൊക്കേഷൻ ഓർ ഓറിയൻറ്റേഷൻ ഇൻ സ്പേസ്. നമ്മൾ വരച്ച ഒരു സോളിഡ് മോഡലിനെ എവിടെ ലൊക്കേറ്റ് ചെയ്താലും അതിലെ സ്പേസിൽ എവിടെ കൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്താലും അതിൻ്റെ ഷേപ്പിന് ഒരിക്കലും ഒരു മാറ്റം വരാൻ പാടില്ല. ഒന്ന് വരച്ച ഒരു മോഡലിൻ്റെ ഷേപ്പ് നമ്മൾ വേറെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ അതിൻ്റെ ഷേപ്പിലൊരു മാറ്റം വരാൻ പാടില്ല. അപ്പോൾ അതാണ് സോളിഡ് മോഡലിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി റിജിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഹോമോജീനിയസ് 3 ഡൈമെൻഷനാലിറ്റി. എന്ന് വെച്ചാൽ സോളിഡ് ബൗണ്ടറീസ് മസ്റ്റ് ബി ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഇൻറ്റീരിയർ. നോ ഐസൊലേറ്റഡ് ഓർ ഡാംഗ്ലിംഗ് ബൗണ്ടറീസ് ഷുഡ് ബി പെർമിറ്റഡ്. എന്ന് വെച്ചാൽ അത് നല്ല ഹോമോജീനിയസ് ആയിട്ട് നമുക്ക് ഇരിക്കണം. എന്ന് വെച്ചാൽ ഈ ഫിഗർ നോക്കിക്കേ, ഇതൊരു സോളിഡ് ബോക്സാണ്. ബോക്സിൽ ഇങ്ങനെ ഒരു ഫേസ് മാത്രം ഇങ്ങനെ ഒരു സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുക. ബാക്കി വേറൊരു ഇതുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ ആകെ കോണ്ടാക്റ്റുള്ള ഈ ഒരു എഡ്ജുമായിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു എഡ്ജ്, ഒരു ലൈൻ പോലെ ഇവിടെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇങ്ങനൊന്നും ഒരിക്കലും ഒരു സോളിഡ് മോഡൽ നമ്മൾ വരയ്ക്കാൻ പാടില്ല. സോളിഡ് മോഡൽ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയറുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു സോളിഡ് മോഡലായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു സർഫസ്, ഈ ഒരു ഫേസും ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഫേസ് ഈ ഒരു സർഫസുമായിട്ട് മാത്രമേ കോണ്ടാക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതിനെ ഒരു പ്രോപ്പർ സോളിഡ് മോഡൽ എന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എഡ്ജ്, ജസ്റ്റ് ഒരു ലൈൻ പോലെ ഒരു എഡ്ജ് നിൽക്കുക, അതിന് വേറൊരിടത്തുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനൊന്നും വരയ്ക്കുന്നതിന് നമുക്കൊരു സോളിഡ് മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞത് നോ ഐസൊലേറ്റഡ് ഓർ ഡാംഗ്ലിംഗ് ബൗണ്ടറി ഷുഡ് ബി പെർമിറ്റഡ്. ദെൻ അടുത്ത് പറയുന്നത് ക്ലോഷർ ആൻഡ് റിജിഡ് മോഷൻ ആൻഡ് റെഗുലറൈസ്ഡ് ബൂളിയൻ ഓപ്പറേഷൻ. ദിസ് പ്രോപ്പർട്ടി എൻഷുവേഴ്സ് ദാറ്റ് ദ മാനിപ്പുലേഷൻ ഓഫ് സോളിഡ് ബൈ മൂവിങ് ദം ഇൻ സ്പേസ് ഓർ ചേഞ്ചിങ് ദം ബൈ എ ബൂളിയൻ ഓപ്പറേഷൻ മസ്റ്റ് പ്രൊഡ്യൂസ് അതർ വാലിഡ് സോളിഡ്സ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടു
ബേസിക് പ്രിമിറ്റീവ്സ് വെച്ച് നമുക്ക് വേണ്ട രീതിയിൽ പല സോളിഡ്സ് നമുക്ക് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സോളിഡ്സ് തമ്മിൽ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് നമ്മൾ പുതിയൊരു ഷേപ്പ് ഇവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതാണ് പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് സോളിഡ്സ് ബൈ മൂവിങ് ദം ഇൻ സ്പേസ് ഓർ ചേഞ്ചിങ് ദം ബൈ എ ബൂളിയൻ ഓപ്പറേഷൻ മസ്റ്റ് പ്രൊഡ്യൂസ് വാലിഡ് അതർ സോളിഡ്. എന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പും തമ്മിൽ നമ്മൾ യൂണിയൻ ചെയ്ത് നമുക്ക് കിട്ടിയപ്പോൾ നമുക്കിങ്ങനെ ഒരു വാലിഡായിട്ട് മറ്റൊരു ഷേപ്പാണ് കിട്ടിയത്. അപ്പോൾ അത് വാലിഡായിട്ടുള്ള സോളിഡ്സ് എന്ന് വെച്ചാൽ 2 or 3 സോളിഡ്സ് കമ്പൈൻ ചെയ്ത് നമ്മൾ മൂന്നാമതൊരു ഷേപ്പ് ഉണ്ടാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാലിഡ് സോളിഡ് ആയിരിക്കണം, എങ്കിലേ നമുക്കതൊരു സോളിഡ് മോഡൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മോഡൽ. ഓക്കെ, നെക്സ്റ്റ് റെപ്രസെൻറ്റേഷൻ സ്കീം ഓഫ് സോളിഡ് മോഡൽ എന്ന് വെച്ചാൽ സോളിഡ് മോഡലിലെ വേരിയസ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതിനകത്ത് പറയുന്നത്.